ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലരും ചോദിക്കുന്നു ജസ്ന സലീം എന്ന പെൺകുട്ടി അവൾ കണ്ണന്റെ ചിത്രം വരച്ചോട്ടെ, അവൾ സ്വസ്ഥമായി അവളുടെ ഉപജീവന മാർഗം അതുകൊണ്ട് കിട്ടുമെങ്കിൽ ശരി, അവൾ അത് വിശാലമാക്കി മുന്നോട്ട് പോയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനലിൽ നോക്കിയാൽ അറിയാം, 2019 മുതൽ ഈ 2024 വരെ ഏതാണ്ട് 20-ലധികം വീഡിയോകൾ ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഈ ജസ്നയുടെ വിഷയം. അതെല്ലാം പ്രൊമോഷൻ വീഡിയോസ് ആയിരുന്നു. അതായത് ഒരു മുസ്ലിം സ്ത്രീ ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി ശരി ഒരു ചിത്രം വരയ്ക്കാം, കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു, അങ്ങനെ അത് ഒരു ഉപജീവന മാർഗമായി സ്വീകരിക്കുന്നു. ആർക്കും ഒരു വിരോധവുമില്ല. എത്രയോ ആളുകൾ, മുസ്ലിങ്ങൾ തന്നെ ക്രിസ്ത്യാനികളുടെ ശവപ്പെട്ടി വിൽക്കുന്ന ആളുകളെ എനിക്കറിയാം. അതവർക്ക് ഉപജീവനം മാത്രമാണ്. ഗുരുവായൂർ അമ്പലത്തിന് സമീപം ലോഡ്ജുകൾ നടത്തുന്ന, പൂക്കട നടത്തുന്ന, അതുപോലെ ഗുരുവായൂരിലെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന, അവിടെ ഹോട്ടലുകൾ നടത്തുന്ന, ഫാസ്റ്റ് ഫുഡ് നടത്തുന്ന അനേകം ആളുകളെ എനിക്കറിയാം. അവരൊക്കെ ചാവക്കാട് സ്വദേശികളാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ചാവക്കാടുകാരനാണ്. ഒരുപാട് പേരുണ്ട്. അവരെ ആരെയും നമ്മൾ ആരും വിമർശിക്കുന്നില്ല. മുസല്ല വിൽക്കുന്ന ഹിന്ദുക്കളില്ലേ, ഖുർആൻ വിൽക്കുന്ന എത്ര ബുക്ക് സ്റ്റാളുകളുണ്ട്? അവരൊക്കെ മുസ്ലിങ്ങളാണോ? ഇസ്ലാമിക ബുക്കുകൾ വിൽക്കുന്ന എത്രയോ അമുസ്ലിങ്ങളുണ്ട്. നമ്മൾ അവരെ ആരെയും വിമർശിക്കുന്നില്ല. പർദ്ദക്കടകൾ നടത്തുന്ന അമുസ്ലിങ്ങളില്ലേ, ഈ SM സ്ട്രീറ്റിനകത്തുണ്ട് കോഴിക്കോട്. നമുക്കതൊന്നും വിഷയമല്ല. കാരണം എന്താ? അവർക്ക് അത് ഒരു കച്ചവടം മാത്രമാണ്. അവരുടെ ഉപജീവന മാർഗം, അവർക്കറിയുന്ന ഒരു തൊഴിലെടുത്ത് അവർ ജീവിക്കുന്നു. അത്രമാത്രമേ നമ്മളും അതിൽ കാണുന്നുള്ളൂ. ഈ ജസ്ന സലീം എന്ന സ്ത്രീ, ഇവർക്കിതൊരു ബിസിനസ് മാത്രമല്ല, ഇവർക്കിത് ലാഭം കൊയ്യാനും പോപ്പുലാരിറ്റി ഉണ്ടാക്കാനും ഹിന്ദുക്കളെ പറഞ്ഞു പറ്റിക്കാനും അവരുടെ മതവികാരത്തെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകാനും, അതുപോലെ തന്നെ ഇസ്ലാം മത വിശ്വാസികളെ പ്രകോപിപ്പിക്കാനും കുറച്ച് വിഭാഗം ആളുകളെ കാപഢ്യത്തിൽ കുടുക്കാനുമുള്ള ഒരു മേഖലയായി ഇതിനെ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനെ വിമർശിക്കേണ്ടി വരുന്നത്. ഇസ്ലാം ഒരിക്കലും ബഹുദൈവാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിഗ്രഹാരാധകരെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതത്തിനകത്താണ് താൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നമസ്കരിക്കാനിരിക്കുന്ന രൂപത്തിൽ മുസല്ലയിൽ ഇരുന്ന് നമസ്കാര കുപ്പായവും ഒക്കെ ഇട്ട് അടുത്ത് ഖുർആനും വെച്ചിരിക്കുന്ന ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആരുമല്ല. അവരുടെ സ്വകാര്യതകളിലേക്ക് ഇടിച്ചു കയറി ഒളിഞ്ഞു നിന്ന് അവരുടെ ഫോട്ടോസ് എടുക്കുന്നതുമല്ല നമ്മൾ ആരും. അവര് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് കാണിച്ച് മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യാനും, ഞാനൊരു കൃഷ്ണഭക്തയാണ് എന്ന് കാണിച്ച് ഹിന്ദുക്കളെ അവരുടെ ഭക്തിയെ ചൂഷണം ചെയ്യാനും കാണിക്കുന്ന കാപഢ്യത്തെ മറനീക്കി പുറത്തു കൊണ്ടുവരിക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതല്ലാതെ അവരവരുടെ ഉപജീവന മാർഗം, അതിനൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. അതിന്റെ പേരിൽ അവർക്ക് കോടികൾ വരുന്നോ ലക്ഷങ്ങൾ വരുന്നോ, ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എൻ്റെ വിഷയമല്ല. അവരെ വലിയ ബിസിനസ്സുകാരൻ സഹായിക്കുന്നു, കോടികൾ ഉണ്ടാക്കുന്നു, ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇവര് പറയുന്നു ഇവർക്കൊരു ഉപജീവന മാർഗമാണെന്ന്. മാതാപിതാക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്ലാൻ വരയ്ക്കാൻ പോകുന്നതടക്കം, പ്ലാൻ വരച്ച് കിട്ടിയപ്പോൾ അതിനെ വരെ അവർക്ക് വരെ ഒരു പ്രൊമോഷൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിച്ച് വിമർശിച്ചു വരുന്ന ആളുകൾ പ്രധാനമായും മനസ്സിലാക്കണം, ഇവരുടെ കാപഢ്യം എന്താണ്. ഒരു ദിവസം ഓരോ മുസ്ലിമും തുടിക്കുന്ന ഹൃദയത്തിനു മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. ഈ മതത്തിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടാണ് ഇവർ ഈ മതവിശ്വാസികളെയും പറ്റിക്കുവാണ് എന്ന് പറയുന്നത്. ഒരിക്കലും ഇവർക്കൊരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നിട്ട് കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മറ്റു പല ഹിന്ദുക്കളും എന്ന് പറയുന്നത്, എന്നാ പിന്നെ നീ അത്രയ്ക്ക് കൃഷ്ണഭക്തയാണെങ്കിൽ, ഗുരുവായൂർ ഭക്തയാണെങ്കിൽ ശരി, ആ മതം അങ്ങ് ഉപേക്ഷിച്ചോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
ഒരു തോണിയിൽ ഇരുന്നിട്ട് രണ്ടു വെള്ളത്തിൽ കാല് ചവിട്ടുക എന്ന രീതി ഇവിടെ ശരിയാകത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാ. ഇവരുടെ കാപട്യത്തെ മറനീക്കി പുറത്തു പറയേണ്ടി വരുന്നത് അതുകൊണ്ടാ. ഓരോ വിശ്വാസിയും ഒരു ദിവസം 17 തവണ പറയുന്നത് അല്ലാഹുവേ, നീ വഴിപിഴപ്പിച്ചവരുടെയും കോപിച്ചവരുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ അല്ലാ. ആ അല്ലാഹു വഴിപിഴപ്പിച്ച വിഭാഗമാണ് ബഹുദൈവാരാധകർ, വിഗ്രഹാരാധകർ, നസ്രാണികൾ, ക്രിസ്ത്യാനികൾ, യഹൂദന്മാർ. ബഹുദൈവാരാധകർ അതിനകത്ത് പെട്ടില്ലേ? വിഗ്രഹാരാധകർ അതിനകത്ത് പെട്ടില്ലേ? അപ്പോൾ അവർക്ക് ആരാധിക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്തൊന്നിനെയാണോ എതിർത്തത്, നിഷേധിച്ചത്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മമായി എന്തൊന്നിനെയാണോ വിശേഷിപ്പിച്ചത്, അത് തന്നെ ചെയ്തു നടക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് അവകാശപ്പെടുന്നത് എന്നാണ് ചോദ്യം. വിഗ്രഹാരാധന ഒരിക്കലും അള്ളാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞു. അതൊഴികെയുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. ഷിർക്കൊഴികെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതൊഴികെ, ബഹുദൈവാരാധന ഒഴികെ മറ്റെല്ലാം ഞാൻ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു കോപിച്ച, അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ ആ മഹാപാതകം ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ പ്രവാചകനെ അനുകരിക്കുന്ന, പ്രവാചക ചര്യ പിൻപറ്റുന്ന ഒരു യഥാർത്ഥ മുസ്ലിമാണ് എന്ന് എങ്ങനെ പറയും? അതുകൊണ്ടാണ് ഇവര് രണ്ട് വിഭാഗത്തെയും ഒരുപോലെ കബളിപ്പിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. ഇന്നിപ്പോഴിതാ ഫേസ്ബുക്കില് ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവരെ സംബന്ധിക്കുന്ന പോസ്റ്റ് തന്നെയാണ്. അവർ പറയുന്ന എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നു എന്നല്ല പറയുന്നത്. പ്രധാനമായും ഇവരുടെ കാപട്യം തുറന്നു കാണിക്കുകയും ഇവർ അത്രയ്ക്ക് കൃഷ്ണഭക്തയാണെങ്കിൽ എന്തിനിവർ ഇസ്ലാം മതത്തിൽ നിൽക്കുന്നു എന്നുള്ള ചോദ്യവും ആ പോസ്റ്റിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാം. ശ്യാംജിത്ത് എഴുതുവാണ്, സനാതനധർമ്മം എന്ന പോസ്റ്റിലൂടെ ഒരു ഷെയർ ചെയ്തതായിരിക്കും. ജസ്ന ഗുരുവായൂരിൽ ആചാര ലംഘനം നടത്തിയിട്ടുണ്ട്. പരസ്യമായി മാപ്പ് പറയണം. എന്തുകൊണ്ട്? ജസ്ന പറയുന്നു, അവളുടെ പിറന്നാളിന് കണ്ണന്റെ തിരുനടയിൽ കേക്ക് മുറിക്കണം എന്നത് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു എന്ന്. പിറന്നാളിന് കേക്ക് മുറിക്കുക എന്നത് ഹൈന്ദവ ആചാരമല്ല, യൂറോപ്യൻ ആചാരമാണ്. പിറന്നാളിന് മുറിക്കുന്ന കേക്ക് യേശുക്രിസ്തുവിൻ്റെ ശരീരമായി ക്രിസ്ത്യാനികൾ സങ്കല്പിക്കുന്നു. ഹൈന്ദവരും ഇക്കാലത്ത് പിറന്നാളിന് കേക്ക് മുറിക്കാറുണ്ടെങ്കിലും ഏതെങ്കിലും ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് പതിവില്ല. ഏതെങ്കിലും അറിവില്ലാത്ത ഹിന്ദുക്കൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ജസ്ന ഗുരുവായൂർ അമ്പലത്തിനു മുന്നിൽ കേക്ക് മുറിച്ച ആ വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട് അവളുടെ പബ്ലിസിറ്റി കൂട്ടിയവളാണ്. നാളെ നീ ഗുരുവായൂർ അമ്പലത്തിന് മുന്നിൽ നിന്റെ പിറന്നാളിന് അറബി ആചാരപ്രകാരം പശുവിനെ അറുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് അതും നീ ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത്? കേരളത്തിൽ ഇതിനു മുമ്പും എത്രയോ മുസ്ലിങ്ങളായ ചിത്രകാരന്മാർ ഹൈന്ദവ ഈശ്വരന്മാരുടെ പടം വരച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരും അതിനെ എതിർക്കുകയുമില്ല. നീ വരച്ച കൃഷ്ണന്റെ പടത്തിന് അത്ഭുത ശക്തിയുണ്ടെന്ന് നീ വിശ്വാസികളെ കൊണ്ട് പറയിച്ച് ചിത്രം വരച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന കപട വിശ്വാസിയാണ്. നിനക്ക് കൃഷ്ണനോട് അത്ര ഭക്തിയുണ്ടെങ്കിൽ നീ മതം മാറി ഹിന്ദു ആകണം. വിഗ്രഹാരാധകരെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്നാണ് ഇസ്ലാം മത പ്രമാണങ്ങളിൽ പറയുന്നത്. അത് വിശ്വസിച്ച് നീ എങ്ങനെ ഹിന്ദു മതത്തിലെ അവതാരമായ ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കും? ഇനിയും നീ ചില മന്ദബുദ്ധികളായ ഹൈന്ദവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാമെന്ന് ധരിക്കേണ്ട. നിന്റെ സത്യസന്ധതയെ അറിയിക്കാൻ നീ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നു. ആത്മഹത്യ ചെയ്യാൻ നീ ബാലസുധയാണോ കുടിച്ചത്? വീര്യമുള്ളതൊന്നും കിട്ടിയില്ലേ? ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും ഒരുപോലെ ഇരുതോണിയിൽ കാലിട്ടുകൊണ്ട് നീ ഇനിയും ഹൈന്ദവരെ വിഡ്ഢികളാക്കരുത്. ഇതോടെ നിർത്തിക്കൊള്ളണം ഈ പരിപാടി. ജസ്ന കാണും വരെ ഈ പോസ്റ്റ് എല്ലാവരും ഷെയർ ചെയ്യുമല്ലോ. 2 കമൻസ് വന്നിട്ടുണ്ട്. എല്ലാം സമ്മതിച്ചു, പക്ഷെ ഒരു സംശയം. പിറന്നാൾ കേക്ക് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് ആരാണ് പറഞ്ഞത്? അത് ക്ലിക്കാകുന്നില്ല ബ്രോ. രസ്നയുടെ ഇപ്പോഴത്തെ ഭർത്താവാണ് ഇവൻ്റെ പേരാണ് അരുൺ ജബ്ബാർ.
ഒരു പീഡന കേസിലെ പ്രതിയാണ് ഇവൻ. എൻ്റെ കേരളം എൻ്റെ ഭാരതം എന്ന ഐഡിയിൽ വന്ന കമൻ്റാണ്. ഇതാണ് ആള്. ഓക്കെ, ഇന്ന് ഇവർ ഷെയർ ചെയ്ത ഒരു വീഡിയോ, കണ്ണൻ്റെ ചിത്രം വെച്ചിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്നും എനിക്കതിൻ്റെ ലിങ്ക് കിട്ടി. ഇനി ഇവർ തന്നെയാണോ അതോ ഇവരുടെ ഫേക്ക് ഐ ഡി ആണോ ഇവരുടെ ഫാൻസ് ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ഇവർക്ക് പറയാനുള്ളത് നമ്മളെ അറിയിക്കണം എന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവരുടെ പ്രൊഫൈൽ ഒന്നും കയറി നോക്കാറില്ല. അങ്ങനെ പേഴ്സണലായിട്ട് ആരുടെയും പ്രൊഫൈൽ നോക്കുന്ന ഒരാളല്ല ഞാൻ. ഓക്കെ, ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനവും ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ജസ്ന കലാപം തീർക്കുന്നു എന്നല്ല, ജസ്ന കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ ഗുരുവായൂർ അമ്പലത്തിനകത്ത് പോയി അത്രയും വലിയ ക്രൗഡിനിടയിൽ നിന്ന് തനിക്കെതിരെ കമന്റ് ഇട്ട ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടാണത് സാധിക്കുന്നത്? ഇതൊക്കെ നടക്കുന്ന സംഗതികളാണോ? ഞാനൊക്കെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ആളാ, നിങ്ങൾക്കറിയാമല്ലോ. ഇതില് കമന്റ് ഇടുന്ന ഒരാളെ, ചിലപ്പോൾ ഫോളോവേഴ്സ് ഉള്ള ആളാകട്ടെ അല്ലാത്ത ആളാകട്ടെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല, എൻ്റെ വ്യൂവേഴ്സിൽ അധികവും നോൺ സബ്സ്ക്രൈബേഴ്സാ. അപ്പൊ അതില് എനിക്കെതിരെ കമന്റ് ഇട്ട ഒരാളെ ഒരു ക്രൗഡിൽ നിന്നും ഞാൻ കണ്ടുപിടിക്കുക, അവർക്കെതിരെ കയർത്ത് സംസാരിക്കുക, അവിടെ ഒരു കോലാഹലം ഉണ്ടാക്കുക, ഇതാണ് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. ആ യുവാവ് എന്തുമാതിരി ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒരു തട്ടമിട്ട പെണ്ണ്, ഇപ്പൊ ഇവളെ എല്ലാവരും അറിയപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, എല്ലാവരും അറിയണമെന്ന്. അപ്പൊ തട്ടമിട്ട ഒരു പെണ്ണ് ഗുരുവായൂർ അമ്പലത്തിനകത്ത് വന്നിട്ട് ഭക്തർക്കെതിരെ കുരച്ചു ചാടുന്നു. പോരെ, ഇതുകൊണ്ടാണ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്ത് കലാപാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത്? ഞാൻ ചെയ്ത തെറ്റെന്താണ്? എന്റെ പുറകിൽ ആരാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഞാനും 2 മക്കളുമാണ് എന്റെ ലോകം എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ സമൂഹത്തിന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള 18ാമത്തെ അടവാണ് എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇതിനു മുമ്പ് ഇവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളാ. ഇവരെ ന്യായീകരിക്കുകയും ഒരു സ്ത്രീയാണ്, ഇരയാണ്, വേട്ടക്കാർക്കെതിരെ സംസാരിക്കുകയും ഇവർക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഞാൻ. ഇവരുടെ വസ്തുത, ഇവരുടെ വിഷയം, ഇവരുടെ വിഷമം എന്താണ് എന്നറിയാൻ ഇവര് ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ണന്റെ ചിത്രത്തിന് വേണ്ടി. ആ നമ്പറിൽ പലതവണ വിളിക്കുകയും ഇവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയും ഞാൻ ചെയ്തു. ഇവർ റെസ്പോണ്ട് ചെയ്തില്ല, പോട്ടെ, അത് ഓരോരുത്തരുടെയും സൗകര്യമാണ്. ആരുമായിട്ടുള്ള പിന്തുണ വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്, നമ്മുടെ വിഷയമല്ല. അവരുടെ സപ്പോർട്ട് വിചാരിച്ചിട്ടോ അതല്ലെങ്കിൽ അവരതൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അല്ല. ഇരകളോടൊപ്പം നിൽക്കുക എന്നത് മൂല്യബോധമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടുന്നതാണ്. സമൂഹത്തില് ഒരു ധാർമ്മികത വരണം, ധാർമ്മികത പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ധാർമ്മിക ബോധമാണതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇവരെ നല്ല രൂപത്തിൽ പിന്തുണ കൊടുത്തിരുന്ന ആളാണ് ഞാൻ 2019 മുതൽ ഇന്നുവരെ. ഇപ്പോൾ ഇവരുടെ കാപട്യവും ഇവരുടെ ബിസിനസ് തന്ത്രവും പണത്തിന്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലും കാരണമാണ് ഇവരെ വിമർശിക്കേണ്ടി വരുന്നത്. ഇവർ ഇസ്ലാം മത വിശ്വാസിയാണ് എന്നാണ് ഇപ്പോഴും ഇവർ പറയുന്നത്. ഇൻഷാല്ലായും മാഷാല്ലായും ഒക്കെ പറഞ്ഞോട്ടെ, ഇവര് തട്ടമിട്ടോട്ടെ, ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു ഇവര്. ഞാൻ പറഞ്ഞു പോയി, ഇവര് പറയാതെ പോയി കഴിഞ്ഞു. വീണ്ടും ഇവരെ ഇസ്ലാം മത സമൂഹത്തെ മുഴുവനും കബളിപ്പിക്കുന്നു, പറ്റിക്കുന്നു. അതനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരാളെങ്കിലും ഇവരുടെ കാപട്യം ഒന്ന് തിരിച്ചറിയണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. വേറൊരാള് സഹായത്തിനില്ല, പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഞാൻ എന്ത് കലാപാണ് ഇവിടെ തീർത്തത്? അതുകൂടി ഒന്ന് നിങ്ങൾ പറഞ്ഞു തരി. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ്? അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അവരൊക്കെ റീലിടുന്നുണ്ട്, ഞാൻ ഇവിടെ റീൽ ആരിടുന്നു, ആര് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു? ഗുരുവായൂർ അമ്പലത്തിൽ എത്ര പേര് പോകുന്നു, എത്ര പേര് അവിടെ പ്രദക്ഷിണം ചെയ്യുന്നു? പ്രദക്ഷിണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അവിടെ എത്ര പേര് ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ പോകുന്നു? കാര്യങ്ങൾ സാധിച്ചെടുക്കാനോ നന്ദി സൂചകമായോ ഭക്തിമാർഗത്തിലോ ആരാധിക്കാൻ എത്ര പേര് പോകുന്നു എന്നുള്ളതല്ല വിഷയം. ഇസ്ലാം മതത്തിനകത്ത് നിന്നിട്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തലയിൽ തട്ടമെടുത്തു വെക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, പലരും അതിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോ തട്ടമിടുകയും ഇടാതിരിക്കുകയും ചെയ്യുന്നത് എന്റെ ചോയ്സ് അല്ലേ? അതേ ചോയ്സ് തന്നെയാണ്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയായിട്ട് തന്നെ അറിയപ്പെടണം എന്നുള്ള ഇവരുടെ ഒരു
ഒരു ബിസിനസ് ടൂൾ ഉണ്ടല്ലോ, ടെക്നിക്. ഈ സ്ട്രാറ്റജിയെയാണ് നമ്മൾ ഇവിടെ തുറന്നു കാണിക്കുന്നത്. തട്ടമിട്ട ഒരു പെണ്ണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതം എന്ത് ചെയ്യും? അങ്ങ് വളരുമോ? അതോ തട്ടമിട്ട പെണ്ണുങ്ങൾ മൊത്തം നാളെ ചേക്കേറുമോ? വീണ്ടും കണ്ണന്റെ ചിത്രം വരയ്ക്കാൻ വേറെ ഒരു പ്രോഡക്റ്റ് കൂടി വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇടുന്നുണ്ട്. പക്ഷെ ജസ്നയുടേത് മാത്രം കുറ്റം. ഞാൻ ഒരിക്കൽ അവിടെ ഒരു ഓടക്കുഴൽ കണ്ട് വായിച്ചു, എനിക്കറിയാവുന്ന രീതിയിൽ. അത് കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും അന്നം തരുന്ന കണ്ണനെ കളിയാക്കുക, അന്നം തരുന്നത് ആര് തന്നെ ആയിക്കോട്ടെ, കണ്ണനെന്നൊന്നുമില്ല. പിന്നെ പലർക്കും അത് കുറ്റായി വന്നു. എന്ത് അന്നം തരുന്ന കണ്ണൻ എന്ന് വിശ്വസിക്കുന്നത് തന്നെ ഇസ്ലാമിന് അന്യമാണ്. അതായത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഹൈന്ദവരുടെ വിഗ്രഹമാണ്, ഹൈന്ദവരുടെ ദൈവമാണ്. അതാണ് എനിക്ക് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇസ്ലാമിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു പോയില്ലേ? കാരണം ഇസ്ലാം മതത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 40 ദിവസം പ്രായമാകുന്ന സമയത്ത് ഒരു മലക്കിനെ അള്ളാഹു ഗർഭാശയത്തിലേക്ക് പറഞ്ഞു വിടുമെന്നും അവൻ എന്ത് കഴിക്കണം, അവന്റെ ഭക്ഷണത്തെ സംബന്ധിച്ച്, അവൻ എവിടെ ജീവിക്കണം, എവിടെ മരിക്കണം എന്നതിനെ സംബന്ധിച്ച്, അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ രേഖപ്പെടുത്തും അവന്റെ മൂർധാവിൽ. ഈ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെത്. അപ്പോൾ കണ്ണനാണ് എനിക്ക് അന്നം തരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞു. കണ്ണന് വരുമാന മാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത്, ഞാൻ അതിൽ എന്ത് കുറ്റാണ് നിങ്ങൾ കാണുന്നത്? അതിൽ എന്ത് തെറ്റാണുള്ളത്? എന്റെ ഉപജീവന മാർഗം, എന്റെ അന്നം എന്റെ കണ്ണനായി മാറിയപ്പോ കണ്ണനാണ് എന്റെ ഉപജീവനം. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്റ്റാൾ ഇട്ടിട്ടിരുന്നിട്ട് കണ്ണന്റെ ചിത്രം വരച്ചു കൊടുത്താൽ പോരെ? ഓൺലൈൻ വഴി കണ്ണന്റെ ചിത്രം വിൽക്കുന്നുണ്ടല്ലോ, വേണ്ടപ്പെട്ടവർ ആവശ്യക്കാരെ നിങ്ങളുടെ അടുത്ത് വന്ന് വാങ്ങുന്നുമുണ്ടല്ലോ. എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത്? അപ്പോഴല്ലേ വിമർശനങ്ങൾ വരുന്നത്. മാർഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ലെ ഞാൻ കണ്ണന്റെ ചെലവിലല്ല ജീവിക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നത്. അപ്പൊ കണ്ണൻ എന്റെ ഉപജീവന മാർഗമാണെന്ന് പറയുന്നത്. കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നതെന്നോ? എന്ത് പറഞ്ഞു? നിങ്ങൾ അധ്വാനിക്കുന്നു, നിങ്ങൾ ചിത്രം വരയ്ക്കുന്നു, നിങ്ങളത് വിൽക്കുന്നു, അതിൽ നിന്നൊരു മൂല്യമുണ്ടാക്കുന്നു, ജീവിക്കുന്നു. അത് വലിയ തെറ്റായിട്ട് കണ്ടു. എല്ലാവരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണെന്ന്. ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനെയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെറി കേട്ടിട്ട് ഞാൻ ഈ കണ്ണനെ കൊണ്ടിട്ട് നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? കണ്ണനെ ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഇപ്പോ ഏതാണ്ട് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നു. കണ്ണനെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് പിന്നെ എങ്ങനെയാണ് ഞാനൊരു മുസ്ലിം സ്ത്രീയാണെന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ചിത്രമിടാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ മുസ്ലിം ഐഡന്റിറ്റി ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത്? ഇതൊരു മാർക്കറ്റിംഗ് ടൂളാണെന്ന് പറയാനുള്ള കാരണം അതാ. ഞാൻ കണ്ണനെ വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ കണ്ണനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇസ്ലാം മത വിശ്വാസിയാകാൻ സാധിക്കുന്നത്? ഇസ്ലാം മത വിശ്വാസിയായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കണ്ണനെ വിശ്വസിക്കാൻ സാധിക്കുന്നത്? പറ്റില്ല. അവരവരുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞല്ലോ. ശരി, മുമ്പോട്ട് പോകുന്നത്. പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത്. സത്യാവസ്ഥയാണ്. കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, കണ്ണൻ എന്താന്ന് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു. പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നി തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പൊ നിലവിൽ ചെയ്തൊരു തെറ്റ് നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചോ എന്നുള്ളതാണ്. ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ഈ ജസ്ന കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനു മുമ്പ് ഹിന്ദുക്കളെ നിങ്ങളാരും വിളക്ക് വെച്ചിട്ടില്ലേ? നിങ്ങളാരും കണ്ണനെ ആരാധിച്ചിട്ടില്ലേ? കണ്ണന്റെ ചിത്രം ലോക ചരിത്രത്തിൽ ആദ്യമായി വരയ്ക്കുന്നത് ഈ പെണ്ണാണോ, ഈ സ്ത്രീയാണോ? കാരണം ഇവര് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഹിന്ദുക്കൾക്ക് വിളക്കു വയ്ക്കാൻ ഒരു അവസരം ഞാനായിട്ടുണ്ടാക്കി കൊടുത്തു എന്ന്. ഹിന്ദുക്കളാണ് ഇതിന് മറുപടി പറയേണ്ടത്. ചെയ്തൊരു തെറ്റ് നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചോ എന്നുള്ളതാണ്. ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെക്കൊള്ള വരുന്നത്. അല്ലാതെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അവരുടെ വിശ്വാസത്തെ, അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു. ഒരു മതസൗഹാർദ്ദം പോലെ ഞാൻ നിന്നു. ഞാൻ ഒരു മതത്തിനെ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ മതസൗഹാർദ്ദം ഈ ലോകത്ത് സാധ്യമല്ല സ്ത്രീയെ. എന്തുകൊണ്ടാണെന്നറിയാമോ? എല്ലാ മതങ്ങളും അവനവന്റെ ഇത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാ. അവനവന്റെ പ്രമാണങ്ങൾ, അവനവന്റെ വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ
ഒരിക്കലും ഒരു മതവും മറ്റൊരു മതത്തിന്റെ ദൈവത്തെയോ ആചാരത്തെയോ പ്രമാണത്തെയോ അനുഷ്ഠാനത്തെയോ വിശ്വാസത്തെയോ ഉൾക്കൊള്ളുന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മത സൗഹാർദ്ദത്തെ കുറിച്ച്? മനുഷ്യൻ തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത്. മാനവ സൗഹാർദ്ദമാണ് ഇവിടെ പുലരേണ്ടത്, മതസൗഹാർദ്ദമല്ല. ഹിന്ദു മതത്തിനെയോ ഒന്നും ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ മതത്തിൽ എനിക്കുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ. നിങ്ങൾ ഹിന്ദു മതത്തെ കുറിച്ച് കുറ്റം പറഞ്ഞോ, ഇസ്ലാം മതത്തെ കുറിച്ച് കുറ്റം പറഞ്ഞോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അതിനേക്കാൾ ഗുരുതരമായ പാതകമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇസ്ലാം മതത്തെ വിശ്വാസികളെയും നിങ്ങൾ വഞ്ചിക്കുന്നു, നിങ്ങൾ ഹിന്ദു മതത്തിലെ വിശ്വാസികളെയും പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു, അവരോടും കാപട്യം കാണിക്കുന്നു. രണ്ടു മതവിഭാഗങ്ങളെയും ഒരുപോലെ നിങ്ങൾ പറ്റിക്കുന്നു, അവരുടെ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു. ഇസ്ലാം മത വിശ്വാസത്തെ നിങ്ങളുടെ കൃഷ്ണന്റെ അല്ലെങ്കിൽ കണ്ണന്റെ ചിത്രം വിൽക്കുന്നതിനു വേണ്ടി, അതുവഴി പോപ്പുലാരിറ്റിയും പണവും ഉണ്ടാക്കുന്നതിനു വേണ്ടി നിങ്ങളൊരു ബിസിനസ് ടൂളായി ഇസ്ലാം മതത്തിന്റെ ചേഷ്ടകളെ, ഇസ്ലാം മതം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അതിനു വേണ്ടി. മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ വ്യക്തമായിട്ട് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട്. ഇപ്പൊ ഒരു കൂട്ടം ഹിന്ദു മതസ്ഥർ എനിക്കെതിരെ തിരിഞ്ഞു. എന്തിനെന്ന് എനിക്കറിയില്ല. അവൾ കണ്ണന് വരുമാന മാർഗമാക്കി എന്നാണ് അവരുടെയൊക്കെ കുറ്റം. എത്രയാണ് ഈ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നതെന്ന് വരെ ഞാൻ പറയുന്നുണ്ട്. എത്ര ദിവസം കൊണ്ടാണ് ഞാനൊരു വർക്ക് തീർക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കണ്ടീനോ? അതായിരുന്നോ ഞാൻ വേണ്ടത്? എന്റെ വരുമാന മാർഗമാണ് എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത്? കണ്ണനാണ് ഇന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. വീട്ടിൽ അരി വാങ്ങണേ കണ്ണൻ തന്നെ വിചാരിക്കണം. പിന്നെ ഗുരുവായൂർ അമ്പലത്തില് മുട്ട ഉപയോഗിച്ച ഇവർ അത്രമാത്രം പട്ടിണിയാണ്. ഇന്ന് കണ്ണന്റെ ഒരു ചിത്രം വരച്ചു വിറ്റാൽ മാത്രമേ ആ പൈസ കിട്ടി നാളെ ഇവർക്ക് അരി വാങ്ങാൻ പറ്റുള്ളൂ എന്നാ പറയുന്നേ. ഇവരുടെ വീട്ടിൽ പോയിട്ട് വന്ന പല ആളുകളും ഞാനുമായിട്ട് പല വിഷയങ്ങളും ആശയം സംവദിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പുറത്തു പറയുന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെയും സ്വകാര്യതകളാണ്. ആരിവർക്ക് പണം കൊടുക്കുന്നു, ഇവരുടെ വീട് എങ്ങനെയാണ്, ആരാണ് ഇവർക്ക് വീട് വെച്ചു കൊടുത്തത്, ഇവർക്ക് സാമ്പത്തിക ലാഭം ആരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇവിടുത്തെ വിഷയം ഇവര് ഇനി ഒരു വീട് ഇവർക്ക് വയ്ക്കണം, ഇവരുടെ മാതാപിതാക്കൾക്ക് കയറി താമസിക്കുന്നതിന് വേണ്ടി മാത്രം. അതിന് 400 ചിത്രങ്ങൾ 4000 രൂപ മുതൽ. അപ്പൊ എത്ര രൂപയായെന്ന് ആലോചിച്ച് നോക്കിക്കേ. 4000 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അത് പിന്നെ അൺലിമിറ്റഡ് ആണ്. എവിടെ എത്രയാണ് അവർ വാങ്ങേണ്ടത് എന്ന് അവർ തീരുമാനിക്കുക, അവരുടെ ചിത്രമാണ്. സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അത്യാഗ്രഹവും പരക്കം പാച്ചിലും കാരണമാണ് ഇന്നിവർക്ക് ഈ ഒരു അവസ്ഥയുണ്ടായത്. ഇവരുടെ വീട്ടിലിരുന്ന് ചിത്രം വരയ്ക്കുന്നു, വിൽക്കുന്നു, ഒരു പ്രോബ്ലവും ഇല്ല. ആരും വിമർശിക്കാൻ വരില്ല. ഹിന്ദുക്കളും വരില്ല, ക്രിസ്ത്യാനികളും വരില്ല, മതം വിട്ടവരോ ഒരാളും വരില്ല. മറിച്ച് ഇവരെന്താ ചെയ്യുന്നത്? ഗുരുവായൂർ അമ്പലത്തിൽ പോയി പൂവ് വാങ്ങുന്നത് അടക്കം ഇവർ റീൽസ് ഇടുക. ഇവരുടെ തലയിൽ പൂ വെക്കുന്നു, ഇവർ ഓടിപ്പോകുന്നു, പ്രതിഷ്ഠ ചെയ്യുന്നു, കണ്ണന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു, കേക്ക് മുറിക്കും. ശരി, കേക്ക് മുറിക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ച് പേര്. മുട്ട ഉപയോഗിക്കാത്ത കേക്കും ഇപ്പൊ ഷോപ്പിൽ കിട്ടും എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല. അതറിയാതെയാണ് എന്നെ കുറ്റം പറയുന്നത്. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ ഒരു ജന്മദിനത്തിൽ ഗുരുവായൂർ പോയിട്ട് അതും നടക്ക് പുറത്ത് വെച്ചിട്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് എന്റെ ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരു നേട്ടം ഇല്ലാത്ത എനിക്കൊരു നേട്ടം തന്നത് കണ്ണനായിരുന്നു. നാളെ നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഒരു ആടിനെ അക്കീക്ക കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണല്ലോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ണന്റെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങൾ ആടിനെ അറുക്കാൻ തയ്യാറാകുമോ? നിങ്ങളുടെ വിശ്വാസമാണ്, കണ്ണനാണ് നിങ്ങൾക്ക് ചോറ് തരുന്നത്. ആ കണ്ണനോടൊപ്പമാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ പങ്കുവെക്കേണ്ടത്. ചെയ്യുമോ? അപ്പൊ ആ ഒരു നടയിൽ വെച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്ത് ആ ഒരു സന്തോഷം ആ ഒരു നടന്റെ മുമ്പിൽ നിന്ന് കണ്ണനെ തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്. അതിന്റെ പുറകെ കുറെ എണ്ണം. എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ ആരൊക്കെ ആക്കി തീർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വിഭാഗം കുറെ എണ്ണം എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി. ഇതിനൊക്കെ എന്തുമാത്രം തെറ്റാ ഞാൻ ചെയ്തെന്നറിയില്ല. എനിക്ക് ഹിന്ദു മതസ്ഥരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ കരുതി. പക്ഷെ വെറുതെ ആയിപ്പോയി. നിങ്ങളുടെ വിശ്വാസം കാക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത് കൊണ്ട് നിങ്ങൾ തന്നെ. ഇവൾ ഇങ്ങനെ ഒരു കണ്ണന്റെ ചിത്രം വരച്ചിട്ടില്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസമൊക്കെ നശിച്ചു പോകുമായിരുന്നല്ലേ? ഇപ്പൊ കേട്ടില്ലേ? ഹൈന്ദവ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചത്, രക്ഷിച്ചത്, ഹിന്ദുക്കൾക്ക് പ്രതിഷ്ഠകളും ആരാധനകളും അർപ്പിക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കി തന്നത് ഈ സ്ത്രീ ആണെന്നാണ് ഇവർ പറയുന്നത്. ശരി, ഒരു വലിയൊരു നേട്ടമായിട്ടേ ഞാൻ ഈ ഒരു തിരിച്ചടി വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ വരെ നിർത്തണമെന്നാണ് നിങ്ങൾക്കൊക്കെ ആഗ്രഹമെങ്കിൽ ഞാൻ നിർത്താൻ തയ്യാറാണ്. എനിക്കൊരു വിരോധവും ഇല്ല.
കാരണം ഞാൻ ഒരു ഹിന്ദു മതത്തെ തരം താഴ്ത്താനോ അല്ലെ ഒരു ഹിന്ദു മതത്തെ വ്രണപ്പെടുത്താനോ വേണ്ടിയിട്ട് ഇത്രയും കാലം ഞാൻ നോക്കിയിട്ടില്ല. ചേർത്ത് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, വിശ്വാസം കാക്കാൻ നോക്കിയിട്ടുണ്ട്. കണ്ണൻ വരുമാനമാണ് എന്ന് പറയുന്നത് മാത്രമാണ് എല്ലാവർക്കും തെറ്റ്. അതിൽ ഞാനൊരു തെറ്റും കണക്കാക്കുന്നില്ല. കാരണം കണ്ണനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇത്ര കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതിന് മാത്രം എന്നെ വിമർശിക്കാനും ഇതിന് മാത്രം ഞാൻ കലാപം ഉണ്ടാക്കുന്നെന്ന് പറയാനൊക്കെ എന്ത് തെറ്റാ സഹോദരങ്ങളെ അല്ലെ സഹോദരിമാരെ ഞാൻ ചെയ്തത്? ഇനിയെങ്കിലും ഒന്ന് ഉപദ്രവിക്കാൻ ഒന്ന് കുറച്ചുകൂടെ. നിങ്ങൾക്കൊക്കെ എന്റെ ജീവനാണ് വേണ്ടെങ്കിൽ ഒരിക്കൽ തരാൻ ഞാൻ തയ്യാറായിരുന്നു. എന്നിട്ടും നിങ്ങളൊന്നും നിർത്തിയില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരോടാണ് പറയേണ്ടത്? ഒരേ ഒരു തെറ്റ് മാത്രമേ ഇപ്പോഴും ഞാൻ ഒന്നും കൂടി പറയാണ്, ഒരേ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, കണ്ണനെ വരച്ചോ എന്നുള്ളത്. അതാണ് നിങ്ങൾക്ക് മുമ്പിൽ, നിങ്ങളുടെ കണ്ണിന്റെ മുമ്പ് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്. അല്ലാതെ എന്തെങ്കിലും. ജസ്ന, ഞാൻ നിനക്കൊരാളെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഹസ്ബൻഡാണ്. വളരെ നന്നായി പല ചിത്രങ്ങളും വരയ്ക്കും. നീ വരയ്ക്കുന്നതിനേക്കാൾ ഭംഗിയായി കണ്ണന്റെ ചിത്രം വരയ്ക്കും. യേശുവിൻ്റെ ചിത്രം വരയ്ക്കാറുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ഒരു കലാകാരനാണ്, പാട്ടുപാടുന്ന ആളാണ്. തന്നെ പറയട്ടെ. ഇപ്പം ജസ്നയുടെ വിഷയമുണ്ടല്ലോ, കണ്ണന്റെ ചിത്രം വരച്ചു എന്നുള്ളത് ഒരു തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ചിത്രം വരയ്ക്കാറില്ലേ? കണ്ണന്റെ ചിത്രം വരക്കുന്നത് തെറ്റൊന്നുമല്ല. ഇപ്പോൾ ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ എല്ലാ മതവിഭാഗക്കാരെയും ആ ദൈവങ്ങളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു, വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ. അന്ന് ഞാനത് ഫ്രെയിം ചെയ്തിട്ടാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഭക്തിഗാനങ്ങളായിട്ടും ക്രിസ്ത്യൻ മതത്തിലെ പാട്ടുകളും അതുപോലെ ഹിന്ദു മതത്തിലെ പാട്ടുകളും മുസ്ലിം മാപ്പിളപ്പാട്ടുകളും എല്ലാം ഞാൻ പാടാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള ആ ഒരു കാലഘട്ടം ഈ മതത്തെ ചൊല്ലിക്കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളും മറ്റൊക്കെ വന്നപ്പോൾ ഇതിലെന്തൊക്കെയോ ഒരു ദുരൂഹതകൾ എനിക്ക് തോന്നി. കാരണം ഇന്ന് ഞാനൊരു മുസ്ലിമാണ്. ഞാൻ മറ്റു മതത്തിലുള്ള ആ ഒരു ദൈവങ്ങളെയോ അതല്ലെങ്കിൽ ആ ദൈവങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളോ പാടിക്കഴിഞ്ഞാൽ അതൊരു വിവാദമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അത്തരം ആ ഒരു ഇതിൽ നിന്നൊക്കെ. ഇവിടുത്തെ വിഷയം എന്തെന്നറിയാം. ഇപ്പൊ ഇവര് ചോദിക്കുന്നത് ഞാൻ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതാണോ ഒരു തെറ്റ്? കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനെ അല്ല നമ്മൾ ആരും വിമർശിക്കുന്നത്. കണ്ണനാണ് എനിക്ക് അന്നം തരുന്നത്, കണ്ണനാണ് എനിക്ക് എല്ലാം എന്നാണ് ഇവര് പറയുന്നത്. അങ്ങനെ ഗുരുവായൂര് പോയി ഇവര് തൊഴുന്നു. ഇവരെങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ? അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് മുസ്ലിമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇവരെ പേരെന്താ പറഞ്ഞ, ജസ്ന സലീം അല്ലെ? ഞാനൊക്കെ കളിച്ചു വളർന്ന സ്ഥലമാണത്. ഗുരുവായൂർ അമ്പലത്തിന്റെ ആ കിഴക്കേ നടയും പടിഞ്ഞാറ് നടയും എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചാടി നടന്നിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എൻ്റെ നാടും ഗുരുവായൂർ അമ്പലവും കൂടി അധികം ദൂരമൊന്നുമില്ല. അപ്പൊ എൻ്റെ ചെറുപ്പകാലം പണ്ട് കളിക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഞാനൊരു ആൺകുട്ടി ആയതുകൊണ്ട് കളിക്കുന്ന ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അന്ന് വളരെ ചെറുപ്പത്തിൽ 9-10 വയസ്സുള്ള സമയം സൈക്കിളിൽ പോയിട്ടാണ് ഞാൻ ആ കിഴക്കേ നടയിൽ നിന്നൊക്കെ ഈ പാവകളെ പോലത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത്, വണ്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ ജസ്ന സലീമിന്റെ വീഡിയോസ് ഒരുപാട് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ജസ്ന സലീം ചെയ്യുന്നത് ഒരു എന്താ പറയാ, തീർത്തും അത് മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഒരു അപമാനകരം തന്നെ എന്ന് തന്നെ പറയാം. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ഒരു കിഴക്കേ നട എന്ന് പറഞ്ഞാല് അമ്പലത്തിന്റെ കവാടമാണ്. അവിടെ നിന്നിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കാറും മറ്റുമൊക്കെ. അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനം തന്നെ ഇല്ല. പിന്നെ ജസ്ന സലീമിന് എന്ത് ഇതുണ്ടെന്നാ പറയുന്നത്, കണ്ണന്റെ ചിത്രം വരക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഗുരുവായൂർ അപ്പന്റെ കൂടെ ഇരിക്കണം എന്നുള്ള ഇതുണ്ടോ? ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ അത്. കാരണം ജസ്ന സലീം കണ്ണന്റെ ചിത്രം വരച്ചു, വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ അറിയപ്പെടുന്ന രൂപത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചിത്രങ്ങൾ വരച്ച് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഗുരുവായൂര് നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഒരു കഴിവിന് അനുസരിച്ച്, ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഒക്കെ കൂടെ നിന്നിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെയൊക്കെ ഉപയോഗിച്ച് അവിടെ ഒരു ഷോപ്പ് എടുത്ത് നിങ്ങൾക്ക് ഈ കണ്ണന്റെ ചിത്രം അവിടെ വെച്ച് വിൽക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് മാർക്കറ്റില്, ചില മാർക്കറ്റില് പോയി കഴിഞ്ഞാൽ കാണാം സോക്സ് വിൽക്കുന്ന ആളുകൾ, അതുപോലെ ടവല് വിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ കയ്യിൽ പിടിച്ചു കൊണ്ട് നടന്നിട്ട് വിറ്റ് കാശാക്കേണ്ട ഒരു സംഭവമല്ല. തന്നെയുമല്ല, ഇസ്ലാമിൽ വിഗ്രഹാരാധന ഇല്ല.
അതെ. ആ വിഗ്രഹങ്ങളെ വരച്ച് ആരാധിക്കാൻ ഒരു സൗകര്യം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാനൊരു മുസ്ലിം ആണെന്ന് പറയുന്നതിൽ എന്ത് ലോചിക്കാനുള്ളത്? അതൊരിക്കലും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവരെന്നെ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു പറയുമ്പോഴും പടച്ചോനെയും വിളിച്ച് അതുപോലെ ആ ബിസ്മി ഒക്കെ ചൊല്ലിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോ ഒരു 2 ദിവസമായി തോന്നുന്നുണ്ട് ഒരു കേക്ക് മുറിക്കുന്ന സംഭവം ഞാൻ അമ്പലത്തില്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഈ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഹിന്ദുക്കളും ഗുരുവായൂർ അമ്പലത്തിൽ വരാറുണ്ട്. അപ്പോ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ എല്ലാ ഭാഗത്തുനിന്നും, കേരളത്തിൽ നിന്നും മാത്രമല്ല പല സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ഒരു നടയിൽ തന്നെ. അവിടെ വെച്ച് വിവാഹം ചെയ്യാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് വളരെ ഭയഭക്തിയോട് കൂടിയിട്ടാണ് ആ ഒരു മതസ്ഥര് ആ ഗുരുവായൂർ അപ്പനെയും അതുപോലെ ആ അമ്പലത്തെയും അവർ കാണുന്നത് തന്നെ. അവിടെ നിങ്ങൾ തട്ടമിട്ടൊക്കെ പോയിട്ട് ആ മതത്തെ അവഹേളിക്കുന്ന രൂപത്തിലാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടിരുന്നു, നിങ്ങളുടെ ഒരു കമന്റ് ബോക്സിൽ വന്ന് ആരോ കമന്റ് ചെയ്തു, അവര് മോശമാക്കി സംസാരിച്ചെന്ന് പറഞ്ഞു. ആ ഒരു വ്യക്തിയെ അവര് മുസ്ലിം അല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായി. ആ അമ്പലത്തിന്റെ ആ നടയിൽ വെച്ച് നിങ്ങൾ അവരുമായിട്ട് കോർക്കുന്ന രീതിയിലാണ് കോർക്കുന്ന രീതിയിലാണ് ആ വീഡിയോ കണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ ആ സംസാരത്തിൽ നിന്ന് എനിക്കൊക്കെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു സ്വഭാവമാണ് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത്. അതിനെ ഏറ്റുപിടിച്ച് അവരുടെ മതത്തിൽപ്പെടുന്ന ആളുകൾ, ഗുരുവായൂർ അമ്പലത്തിന്റെ ഗുരുവായൂർ അപ്പനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ടുണ്ടാവും. ആ വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് അവരെ അവരുടേതായിട്ടുള്ള ആ ഒരു ദൈവഭക്തിയിലിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്കും ചോദിക്കാനും പറയാനും ആരും എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കലാപോ ഈ സ്ത്രീയെ അവിടെ വെച്ച് അടിച്ചിരുന്നു. ആ രൂപത്തിലാണ് അവര് കമന്റ്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ ഉണ്ടാവുക? പിന്നീട് ജസ്ന സലീമിന് അത് വലിയ ഒരു പ്രശ്നമായി വരും. അപ്പൊ മുസ്ലിങ്ങൾ അത് ഏറ്റെടുക്കും. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? മുസ്ലിങ്ങളെ നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കും മറ്റുമൊക്കെ മുസ്ലിങ്ങൾ കൂട്ടുനിൽക്കുന്ന വിചാരിച്ച്. ഞാനിപ്പോ ജാമിദ ടീച്ചറെ കൂടെ ഞാനുണ്ട്. ജാമിദ ടീച്ചർ മതം വിട്ട ആളാണ്. അതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മതം വിടണമെന്നുണ്ടോ? എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. എന്റെ മക്കളും മുസ്ലിങ്ങളാണ്. അപ്പോ ഞങ്ങൾക്ക് അങ്ങനെ യുക്തിവാദത്തിന്റെ പിന്നിലോ അതല്ലെങ്കിൽ മതത്തെ അവഹേളിക്കുന്ന രൂപത്തിലോ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരില്ല. പിന്നെ ടീച്ചർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ചിട്ട് പറയുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിൽ മുൻകാലങ്ങളിൽ ഇസ്ലാമിന്റെ ചരിത്രങ്ങളോ അതല്ലെങ്കിൽ ഖുർആന്റെ ആ ഒരു പരിഭാഷ കാര്യങ്ങളൊന്നും നമ്മൾ മദ്രസ തലങ്ങളിൽ നിന്നും അറിഞ്ഞിരുന്നില്ല. പിന്നീട് ജാമിദ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നതിന് ശേഷം കേരളത്തിൽ ഇന്ന് പഠനശാലകളിലൊക്കെ ഖുർആന്റെയും ഹദീസിന്റേതും ഒക്കെ ആയിട്ടുള്ള എല്ലാ അർത്ഥങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, കാരണം ജാമിദയെ പോലെയുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കുന്ന ആ ഒരു രീതിയിൽ പഠിക്കാൻ തുടങ്ങി. ഖുർആൻ എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ഇപ്പോ ജാമിദ ടീച്ചർ പഠിച്ചതും അതല്ലെങ്കിൽ ഇപ്പോ അതിന്റെ പരിഭാഷയും കാര്യങ്ങളിലും നോക്കി അങ്ങനെ വായിക്കുന്നു. പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ആ ഒരു സ്വത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഒരു ഭാഗം മറ്റൊരു ഇതിൽ കൂടെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് അതിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുപോലെ ജസ്ന സലീമി ചെയ്യുന്നത് തീരെ ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് ഹിന്ദുക്കളെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളൊക്കെ. അതിന് ഹിന്ദുക്കൾ തന്നെ ഇപ്പോ വിഷമിക്കേണ്ട അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇത് തികച്ചും അവിടെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും പല രീതിയിലും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഓരോ അവരവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളിൽ പോയിട്ടൊന്നും ആരും ഇത്തരം കോമാളിത്തരൊന്നും കാണിച്ചിട്ട് വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇവിടുത്തെ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിഷയം. ഇത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കാനും ഒരു കലാപമുണ്ടാക്കാനും ഒരു വിവാദമുണ്ടാക്കാനും അതുവഴി എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാനും ഈ പെണ്ണൊരുത്തി ശ്രമിച്ചു. ഇത്രേ ഇവിടെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നന്ദി.